ഹോസ്റ്റലോ അതോ കഞ്ചാവ് വിൽപ്പനശാലയോ മനസ്സിലാവുന്നതേയില്ല. അങ്ങനെയുള്ള ആളുകളെ പോലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റുന്നതാണ്. കാരണം 9.2 ഗ്രാം കഞ്ചാവ് മാത്രമാണ് പിടിക്കുന്ന സമയത്ത് അഭിജിത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളത് മറ്റൊരാളുടെ റൂമിലായിരുന്നു, ആദ്യത്തിനോ മറ്റൊരാളുടെ പേരിൽ. അയാളുടെ മുറിയിൽ നിന്നാണ് ബാക്കി 2 കിലോ പിടിക്കുന്നത്. അപ്പോൾ അയാളെ മാത്രം ജാമ്യത്തിൽ വിട്ടില്ല, അയാളെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പക്ഷേ ഈ തൂക്കത്തിൻ്റെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറിയെ, അഭിജിത്തിനെയും കൂടെ ഉണ്ടായിരുന്ന ഒരാളെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. എന്ത് മെസ്സേജാണ് ഇത് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അഭിജിത്ത് കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഈ കച്ചവടം. ഉറപ്പായിട്ട്. എന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ എനിക്കൊന്ന് വിഴിഞ്ഞത്ത് തുടങ്ങിയപ്പം സാർ ഓർക്കുന്നില്ല, അവർ പറഞ്ഞ അവിടെയുള്ള ആളുകൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: കുറച്ച് പിടിക്കുന്നു, അവരെ വിടുന്നു. ഏറ്റവും നോക്കൂ, അതിലെ അവിടുന്ന് പിടിച്ചെടുത്ത സാധനങ്ങളാണ് ഈ കഞ്ചാവ് മാത്രമല്ല, ഈ കിലോ കണക്കിന് കഞ്ചാവ് മാത്രമല്ല റിനു, അതിൽ നിന്ന് പിടികൂടിയത് ത്രാസ് തൂക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതായത് ഹോസ്റ്റലിലെ മുറിയിൽ നിന്ന് കഞ്ചാവ് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ത്രാസ് അടക്കം പിടികൂടിയിരിക്കുന്നു. ഇതിൻ്റെ വേരർത്താലേ ഇതിന് പ്രശ്നം തീരുള്ളൂ എന്നാണ്. ഈ പൈസ കിട്ടാതാവുമ്പോൾ ഇവർ തന്നെ കാരിയർ ആവുന്നതിൻ്റെ നഗ്നമായ തെളിവാണ്. മൊത്ത കച്ചവടം ഇതിൻ്റെ അത് ഒരു പ്രശ്നം. നേരത്തെ അന്ന് ADGP കണ്ടപ്പോഴും പറഞ്ഞത്, പൊതുവെ ഇത് അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകാറില്ല. വരുന്നത് മുഴുവൻ ഈ ബീഹാറെന്നോ ഒറീസയെന്നോ അല്ലെങ്കിൽ ആന്ധ്രയെന്നൊക്കെയാണ്. ഗോവയിൽ നിന്നുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഗോവയിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംയുക്ത സംവിധാനം ഉണ്ടാക്കിയത്. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നത്. റിനു ഇതിനകത്ത് ആലോചിച്ച് നോക്കൂ, പണ്ട് കാലത്ത് ഈ മുറിബീഡി കിടന്നിട്ട് അത് എടുത്ത് വലിച്ചതിൻ്റെ പേരിൽ വീട്ടുകാർ അടിച്ചു പിടിച്ച ആൾക്കാരുണ്ടല്ലോ നമ്മുടെ കാലത്ത്. തീർച്ചയായും ഹോസ്റ്റലിൽ പോയാൽ ത്രാസൊക്കെ തൂക്കി എത്ര കിലോ വേണം, എത്ര ഗ്രാം വേണം എന്ന് തൂക്കി കൊടുക്കുന്ന അവസ്ഥയാണ്. ഇത് ഈ പ്രത്യേക ഒരു പ്രശ്നം, ഈ ഹോസ്റ്റലുകളിലോ കോളേജുകളിലോ പരിശോധന നടത്തുവാൻ വേണ്ടി പോലീസിനോ എക്സൈസിനോ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് തന്നെ എന്തെങ്കിലും രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീം കയറി എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. പോലീസിനെ ഈ കലാലയത്തിനകത്തേക്ക് കടത്തി വിടുന്നില്ല. അപ്പോൾ അത് കൂടുതൽ സൗകര്യവും ഈ ഇടങ്ങളിൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കും. സംശയിച്ചോടെ, ഒരേ കാലം തിരുവനന്തപുരത്തുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റൽ. ഒരു കാലത്ത് വലിയ പ്രശ്നം ഉണ്ടായിരുന്ന ഹോസ്റ്റലാണ് അല്ലേ? ഞാൻ പഠിച്ച കോളേജാണ്. ഞാൻ ആ ഹോസ്റ്റലിൽ താമസിച്ച് വല്ലപ്പോഴൊക്കെ സുഹൃത്തുക്കളോടൊപ്പം താമസിച്ചിരുന്നുണ്ട്. പക്ഷേ ഒരു പരിധിവരെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ലഹരി ഇല്ല എന്ന് വേണം പറയാൻ. ഇല്ല, എൻ്റെ അനുഭവത്തിൽ പറയാണ്. ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ അവിടെ ഈ ഒറ്റ യൂണിയൻ്റെ SFIയുടെ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ക്യാമ്പസ് ആയിരുന്നു അന്ന്. പക്ഷേ ലഹരി എന്ന് പറയുക, ഈ മദ്യം കൂടിപ്പോയാൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ്, അത്രമാത്രം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വെളിപ്പെടുത്തലാണ് കേട്ടോ. ഇത് വൈറലായി, കൈതുപോയി. അല്ലല്ല, ഈ ആ കാലഘട്ടത്തിൽ സുലഭമായി കിട്ടിയിരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഉപയോഗിച്ചിരുന്നതല്ല ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ രക്ഷപ്പെടുത്തി അല്ലല്ല, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലഹരി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. ആ സമയത്തെ തെറ്റിദ്ധരിക്കരുത്, ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നല്ല റിനു പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലഹരികൾ മദ്യവും പരമാവധി കഞ്ചാവ് വരെയായിരുന്നു. ആ കാലത്തെയാണ് സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും ആ കാലത്തെയാണ് സൂചിപ്പിച്ചത്. തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും. ഞാൻ പഠിച്ച കോളേജ് കൂടിയാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല. കടന്ന് ഉരുണ്ടതുമല്ല. അതുമല്ല. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ്. നമ്മൾ തമാശയ്ക്ക് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒരുപാട് പേര് ഏറ്റെടുക്കുന്നതിൽ സന്തോഷം. എല്ലാ ഹോസ്റ്റലുകളിലും പോലീസിന് ചെക്കിങ്ങിനുള്ള അനുവാദം കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം, ഉത്തരവാദിത്തപ്പെട്ട പ്രിൻസിപ്പൽമാരെ അറിയിച്ചതിന് ശേഷം പോവുക. പലപ്പോഴും ഇതൊക്കെ ട്യൂട്ടർമാരും വാർഡന്മാരും ഒക്കെ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നതാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത് വളമായി തീരുന്നത്. 1-2 2 കിലോ കഞ്ചാവാണ് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയത്. ത്രാസും ബാക്കി കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. മാനേജറും അക്കൗണ്ടന്റും കാഷ്യറും ഒക്കെ ഉണ്ടോ എന്തോ അറിയത്തില്ല.